ഇന്ന് എൻ്റെ ഉള്ളത് 3 വാലറ്റുകളാണ്. ഓൺബുൾ എന്ന ബ്രാൻഡിന്റെയാണ്. ഈ വീഡിയോ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല. ആമസോണിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിച്ച 3 വാലറ്റുകളാണ് ഓൺബുളിന്റെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വാലറ്റ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതൊരു എക്വ ബ്ലൂ കളറാണ്. സിമ്പിൾ ഡിസൈൻ ആട്ടോ. ഓവറായിട്ട് അങ്ങനെ ഡിസൈൻ ഒന്നല്ല. സിമ്പിൾ ഡിസൈൻ ആണ്. പിന്നെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ത്രെഡൊക്കെ നോക്കുമ്പോൾ നന്നായിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ അങ്ങനെ തന്നെ. പിന്നെ ഓൺബുളിന്റെ ചെറിയൊരു ലോഗോ തന്നെ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഈ മെറ്റീരിയലിനോട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ RFID ഫീച്ചർ വരുന്നുണ്ട്. RFID എന്താണെന്ന് പറയാം. ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ 2 ക്രെഡിറ്റ് കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഇവിടെ 3 വരുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എന്ത് കാർഡ് വേണമെങ്കിൽ നമുക്ക് വെക്കാം. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫോട്ടോസ് വെക്കാം. പിന്നെ എല്ലാവരും പോലെ തന്നെ ഇതിന്റെ ഉള്ളിലും ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലും സ്പേസ് ഉണ്ട്. ഇവിടെ സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൽ എക്സ്ട്രാ ഇത് ഈ സിബിന്റെ ഫീച്ചർ എല്ലാവരും ഉണ്ടാവില്ല, ചിലതിൽ മാത്രം ഉണ്ടാവാറുള്ളൂ. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പേപ്പർ ഐറ്റംസ് ഒക്കെ ചെറിയ നമുക്ക് മിസ്സാവാത്ത ചെറിയ പേപ്പറുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ വെക്കാം ഇവിടെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കോയിന്റെ സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യാഷ് വെക്കാൻ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ക്യാഷ് വെക്കാൻ. ഓവറോൾ ഗ്രേറ്റ് ആണ് കേട്ടോ. എനിക്ക് ലുക്ക് വൈസ് ഒന്നും പറയാനില്ല. ഇതിന്റെ SBIയുടെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ഒരു വൈഫൈയുടെ ലോഗോ. ഇതിനെയാണ് പറയുന്നത് കോൺടാക്ട്ലെസ് പേയ്മെന്റ് എന്നൊക്കെ പറയും. അതായത് NFC ഫീച്ചർ എനേബിൾഡ് ആണ് കാർഡിൽ. അപ്പോൾ ഇങ്ങനത്തെ കാർഡുകളുണ്ട്. അപ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാലറ്റിൽ RFID പ്രൊട്ടക്ഷൻ ഒരു ഫീച്ചർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പമ്പിലൊക്കെ പോകുമ്പോൾ അവിടെ POS മെഷീൻ ഉണ്ടാവുമല്ലോ, ഈ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഒക്കെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീൻ വരുന്ന POS. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസന്റ് ഹോൾഡ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ജസ്റ്റ് ഇപ്പോൾ ഒരു കാർഡ് കൊടുക്കില്ല, ഒരു കാർഡ് എന്ത് ചെയ്യും, ആ മെഷീന്റെ മുകളിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് പേ ചെയ്ത് പോകും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അവരെ കാർഡൊക്കെ ഇതുപോലെ ഇങ്ങനത്തെ വൈഫൈയുടെ ലോഗോ ഒരു കാർഡിലുണ്ടായിരിക്കും. അതാണ് NFC എനേബിൾഡ് കാർഡ്. അപ്പോൾ നമ്മുടെ വാലറ്റിൽ ഈ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനത്തെ ഒരു POS മെഷീൻ വെച്ചിട്ട് നമ്മൾ അടുത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ATM കാർഡിൽ നിന്ന് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൽ നിന്നോ ക്രെഡിറ്റ് കാർഡിൽ നിന്നോ പേയ്മെന്റ് പോവാതിരിക്കാനാണ് RFID പ്രൊട്ടക്ഷൻ. ഞങ്ങളെ ബോക്സ് ഇങ്ങനെ പൊട്ടിക്കാൻ കാണിച്ച് ബോർഡ് അടിപ്പിക്കാൻ ബോക്സിൽ ഒന്നും ഇട്ടാ, ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ബോക്സ് വരിക. ഒരു ചെറിയൊരു ഇങ്ങനത്തെ പേപ്പറും വരും. വാലറ്റ് ഇതാണ് ഞാൻ അടുത്ത വാലറ്റ്. ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വാലറ്റ് കണ്ട പോലെയല്ല, ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട്. അത്ര അധികമല്ല, കുറച്ച് വെയിറ്റ് ഉണ്ട് മറ്റേനെക്കാട്ടി. ഇതിന്റെ സ്റ്റിച്ചും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിനും കുറച്ച് ഓൺബോളിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്പേസ് വരുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാർഡുകളൊക്കെ വെക്കാൻ വേണ്ടി. അത്ര സെക്യൂർ അല്ല ഇവിടെ വെക്കുന്നത്, പോകാൻ സാധ്യത കൂടുതലാണ്. ഇതിലും RFID പ്രൊട്ടക്ഷൻ കിട്ടാം. ഇവിടുത്തെ സ്ലോട്ടാ 1, 2 സ്ലോട്ട് ഇവിടെ. പിന്നെ ഇവിടെ വരുന്നത് ഇവിടെ 1, 2 ഇവിടെ ഉണ്ട്. ഇവിടെ 3 സ്ലോട്ട്, ടോട്ടൽ 5 സ്ലോട്ട് ഇതിൽ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് നമ്മളെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ വെക്കാം. കാർഡ് വെക്കുന്ന സർട്ടിഫിക്കറ്റ് വെക്കണമെങ്കിൽ. ഇതിലും മറ്റേ കുറച്ച് വേണ്ട പോലെ തന്നെ ഇതിലും സിബ് ഉണ്ട്. ഞാൻ റിപ്പീറ്റിൽ പറയണില്ല, സെയിം ഫീച്ചർ തന്നെ. ജസ്റ്റ് കോയിൻസിന്റെ നോക്കിയോട്ടെ, കോയിൻസ് സ്പേസ് ഉണ്ട്, സെയിം ഫീച്ചർ വരുന്നത്. ക്യാഷ് ഹോൾഡിംഗ് ആണ് മെയിൻ നോക്കേണ്ടത് നമ്മൾ. സ്പേസ് ഉണ്ടാവും. ഇതിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. റിപ്പീറ്റിൽ പറയുന്നത് ബോറടിപ്പിക്കില്ല. ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് ഇതും. പക്ഷെ ഇത് മറ്റേനെക്കാട്ടി കുറച്ച് വെയിറ്റ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് വാലറ്റ് ഇതാണിപ്പോൾ അൺബോക്സ് ചെയ്തതിൽ ഏറ്റവും വില കുറഞ്ഞ വാലറ്റ്. ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞതാ. ഈ വാലറ്റ് ആരൊക്കെ മേടിക്കേണ്ടത്. ഇതിൽ 1, 2 സ്പേസ് കിട്ടാം. മറ്റേ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ വെക്കാം, 2 സ്പേസ്. പിന്നെ ഇവിടെ സ്പേസ്, ഇതിന്റെ ഉള്ളിലും ഇത് സ്പേസ് ഉണ്ട്. പിന്നെ കോയിൻ സ്പേസ് നോക്കിയാൽ കോയിൻ സ്പേസ് അത്യാവശ്യം കിട്ടാം. പിന്നെ ക്യാഷ് ഹോൾഡിംഗ് മറ്റേതിന് എത്ര സ്പേസ് ഉണ്ടോ ഡൗട്ടാണ്. മറ്റേതിന്റെ അത്ര അല്ലാന്ന് തോന്നുന്നു അല്ലേ, കുറച്ച് കുറവുണ്ട്. ഭയങ്കര വെയിറ്റ്ലെസ് ആട്ടെ സാധനം, ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. ഇതാണ് ഏറ്റവും റേറ്റ് കുറവ്. ഈ വാലറ്റ് ആരെ മേടിക്കണ്ടേ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വാലറ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ല, നിങ്ങൾക്കൊരു വാലറ്റ് വേണം, എന്നാൽ അത് കുറച്ച് കാണാൻ കൊള്ളാവുന്ന വാലറ്റ് ആവണം എങ്കിൽ ഈ വാലറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യട്ടാ. കാരണം എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റേ വാലറ്റൊക്കെ മേടിക്കുന്നതുകൊണ്ടല്ല, ഇപ്പോൾ ചിലർക്ക് ഡെബിറ്റ് കാർഡ് അങ്ങനത്തെ ക്രെഡിറ്റ് കാർഡ് ഒന്നും അവരുടെ ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് എന്താ പൈസ വെക്കാൻ വേണ്ടിയിട്ട്, കോയിൻസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല കുഴപ്പമില്ലാത്തൊരു, അധികം പ്രൈസ് ആവാനും പാടില്ല എന്ന ലെവലിൽ ഒരു വാലറ്റ് വേണം. അപ്പോൾ എന്നാൽ അവർക്ക് അങ്ങനെ വെയിറ്റ് അധികം വേണ്ട. അവർ തുടക്കത്തിൽ ആദ്യമായിട്ടും വാലറ്റ് യൂസ് ചെയ്യും. അതിന്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യം ഇങ്ങനത്തെ വാലറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് എൻ്റെ ആവശ്യം ഇത്രയായിരുന്നു. പിന്നീട് എൻ്റെ ആവശ്യം മാറി, എനിക്ക് ഒരുപാട് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വന്നു. ഞാൻ പിന്നെ അപ്ഗ്രേഡേഷൻ പിന്നെ ചെയ്യത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ മേടിക്കാൻ ചൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ അധികം പൈസ കൊടുത്ത് അത് മേടിക്കുന്നതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമില്ല. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ പ്രൊഡക്റ്റ് മേടിക്കുക. എല്ലാ വീഡിയോയും പറയുന്ന പോലെ ലാസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഏതാ ഫേവറേറ്റ് ഞാൻ പറയാറുണ്ട്. ഈ വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വാലറ്റ് ആട്ടാ. പറഞ്ഞാൽ ഇതിന്റെ കളറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞാൽ നമ്മളൊരു പബ്ലിക് സ്പേസിൽ കൊണ്ടുപോയി നമ്മൾ ഈ വാലറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടുത്തെ ലൈറ്റ് ഈ വാലറ്റിക്ക് അടിക്കുമ്പോൾ ഇതിന് കിട്ടുന്ന ഒരു പറഞ്ഞ ഒരു ഷോ ഉണ്ടല്ലോ, ഇറ്റ്സ് അമേസിങ്. കാരണം ഈ കളർ എനിക്ക് എപ്പോഴും മോർ ബ്രൈറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എടുത്തത് കാണിക്കണം.
നമ്മളുള്ള പ്രൊഡക്റ്റുകൾ എടുത്ത് കാണിക്കണം പറയില്ല, ആ ഷോ അങ്ങോട്ട് ഫീൽ ചെയ്യണം നമുക്ക്. അതാണ് അതിന്റെ ഒരു വൈബേ മാറുക. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ചിലർക്ക് ഡിം കളേഴ്സ് ഇഷ്ടം, എനിക്ക് കൂടുതലും ബ്രൈറ്റ് കളേഴ്സാണ് കൂടുതൽ ഇഷ്ടം.